കൃഷ്ണലീല, ശ്രീകൃഷ്ണ ബാലലീല. ഈ കവിതയുടെ രചന തികച്ചും യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ഞാൻ രോഹിണിയിൽ കൈരളി ജുവല്ലേഴ്സ് എന്ന സ്വർണ്ണക്കട നടത്തിയിരുന്ന കാലം ശ്രീകൃഷ്ണചരിതം ഹരികഥാരൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ബാലലീല എഴുതാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. പല വിധത്തിലും എഴുതി നോക്കി, ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് ആകെ ഞാൻ വിഷമിച്ചിരിക്കുന്ന കാലമാണ്. പെട്ടെന്ന് ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, നീ എന്നെ നട്ടം കറക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അല്പം പേപ്പർ എടുത്ത് കടയിലെ കസേരയിലേക്ക് കയറിയിരുന്ന് ആ ഭാഗം ഈ പറയുന്ന ഭാഗം മുഴുവൻ എഴുതി തീർത്തിട്ടാണ് നിർത്തിയത്. ഒരു അത്ഭുതമെന്ന പോലെ അത് സംഭവിച്ചു. നട്ടം തിരിഞ്ഞു ഞാൻ നിന്നോടെ മൂലം, നട്ടം തിരിഞ്ഞു ഞാൻ നിന്നോടെ മൂലം, നഷ്ടമായി തീർന്നു മാനമെനിക്ക്. കുട്ടികളിങ്ങനെ ഉണ്ടോ ഉലകിൽ, കട്ടുമുടിച്ചിടുങ്കോ വിഭവനം, കട്ടുമുടിച്ചിടുങ്കോ വിഭവനം. ആവലാതിക്കൊരു അന്ത്യവുമില്ല, ബാലകൻ അല്പവും കൂസലുമില്ല, കണ്ണനങ്ങെത്താത്ത വീടൊന്നുമില്ല, കാതിരയാകാത്ത ഗോപിമാരില്ല, കുംഭങ്ങൾ ഉടയാത്ത വീടൊന്നുമില്ല, വെണ്ണ നിറഞ്ഞൊരു കുംഭവുമില്ല. ഈ വണ്ണം കക്കുന്ന കള്ളന്മാരുണ്ടോ, കള്ളച്ചീരിക്കൊരു മാറ്റവുമില്ല, കള്ളച്ചീരിക്കൊരു മാറ്റവുമില്ല. കുശവൻ മെനഞ്ഞിടും കുംഭങ്ങളെല്ലാം കണ്ണനുടച്ചിടും ഗോപരുമൊത്ത്, കുശവന് കുശലമായി ഉണ്ണുവാനുണ്ട്, കുംഭം മെനയുന്ന ജോലിയുമുണ്ട്. കെട്ടിയിട്ടിടുവാൻ മാർഗമാതില്ല, കെട്ടഴിച്ചിടുവാൻ ഗോപിമാരെത്തും, കണ്ണനെ കണ്ടാലും ഗോപികളെത്തും, കണ്ണനെ കാണാനും ഗോപിമാരെത്തും. വെണ്ണ നൽകിയിടുകിൽ ഉണ്ണുകയില്ല, മണ്ണു വാരിത്തിന്നു കണ്ണൻ നടക്കും, കള്ളം പറയുവാൻ ദണ്ഡമാതില്ല, കള്ളച്ചിരി കൊണ്ട് കള്ളം മറയ്ക്കും, കള്ളച്ചിരി കൊണ്ട് കള്ളം മറയ്ക്കും. മണ്ണ് വാരിത്തിന്നു ഉണ്ണിയെ കണ്ടു അമ്മ യശോദയ്ക്കു ദണ്ണമുണ്ടായി, പിരിത്തിരുവാടി ഓടിയെടുത്തു, ചെറ്റെന്നു കൈനീട്ടിയൊന്നു കൊടുത്തു. പിരിത്തിരുവാടി ഓടിയെടുത്തു, ചെറ്റെന്നു കൈനീട്ടിയൊന്നു കൊടുത്തു. വായ് തുറന്നിടുവാൻ അമ്മ പറഞ്ഞു, വായ് തുറന്നങ്ങവൻ നിന്നു നിവർന്നു, വായ് തുറന്നിടുവാൻ അമ്മ മൊഴിഞ്ഞു, വായ് തുറന്നങ്ങവൻ നിന്നു നിവർന്നു. വിണ്ണു കണ്ടാനമ്മ ഉണ്ണിതൻ വായിൽ, വിണ്ണവർ ലോകവും കണ്ടങ്ങുവായിൽ. ഭൂലോകമെല്ലാമേ കണ്ടു യശോദ, പാതാള ലോകവും കണ്ടു യശോദ. മാവലി മന്നന്റെ ദർപ്പമടക്കിയ ഭാവനമൂർത്തിയെ കണ്ടു യശോദ. കോദണ്ഡപാണിയാം ശ്രീരാമചന്ദ്രനെ സീതാസമേതനെ കണ്ടങ്ങുവായിൽ. പ്രളയജലത്തിലങ്ങൂളിയിട്ടിടുന്ന മത്സ്യാവതാരവും കണ്ടു യശോദ. ഭൂദേവി തന്നെയും വീണ്ടങ്ങെടുത്ത കൂർമാവതാരവും കണ്ടങ്ങുവായിൽ. കാർത്തിവീരാർജുനൻ ദർപ്പമടക്കിയ ജമദഗ്നിപുത്രനെ കണ്ടു യശോദ. അമരാവതിയിലെ ഐരാവതത്തെയും ദേവാരിയാകും അസൂര്യരെയും കണ്ടു. സൂര്യചന്ദ്രാദികൾ കണ്ടങ്ങുവായിൽ. നക്ഷത്രജാലങ്ങൾ മിന്നുന്ന കണ്ടു. പാലാഴി തന്നിൽ പള്ളി കൊള്ളുന്നൊരു പന്നകശായിയും കണ്ടങ്ങുവായിൽ. പത്മജ സംഭവൻ നാൻമുഖൻ തന്നെ പത്മപത്രാക്ഷിയും കണ്ടങ്ങുവായിൽ. വൈകുണ്ഠവാസിയം വിശ്വനാഥൻ തന്റെ വൈഷ്ണവരൂപവും കണ്ടു യശോദ. ത്രൈലക്യനാഥന കൈലാസനാഥന്റെ കൈലാസ ശൈലവും കണ്ടങ്ങുവായിൽ. കാടു കണ്ടു പിന്നെ നാടു കണ്ടു അമ്മ സാഗരമൊക്കെയും കണ്ടങ്ങുവായിൽ. അമ്പാടി തന്നിലെ കാനനവും പിൻ അൻപോടു ശ്രീധരൻ തന്നെയും കണ്ടു. ഈരേഴു ലോകവും കണ്ണനിൽ കണ്ടു അത്ഭുത സ്തബ്ധയായ അമ്മ യശോദ. ഈരേഴു ലോകത്തിൻ നാഥനം കണ്ണൻ മിഞ്ഞപ്പാലിനെ കേണങ്ങു നിന്നു. കണ്ണന്റെ ലീലകൾ എണ്ണാവതല്ല, കായമ്പൂവർണ്ണനെ കാണാവതല്ല. കണ്ണിന്റെ കണ്ണാണ് കാർമുകിൽ വർണ്ണൻ, കാതിന്റെ കാതാണ് കായാമ്പൂവർണ്ണൻ. കണ്ണിന്റെ കണ്ണാണ് കാർമുകിൽ വർണ്ണൻ, കാതിന്റെ കാതാണ് കായാമ്പൂവർണ്ണൻ.